ഹായ്. നമ്മള് തൊട്ട് മുന്നേ ചെയ്തതിനകത്ത് നമുക്ക് ഈ ഒരു എറർ പറ്റിയിട്ട് ജസ്റ്റ് റെക്കോർഡിംഗ് പ്രശ്നം വന്നു. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മൾ സൂപ്പർ പൊസിഷൻ സൂപ്പർ പൊസിഷൻ ആണ് ഡിസ്കസ് ചെയ്തത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരുന്നത്. ഒരു 1 ആംപിയർ സോഴ്സും 1 വോൾട്ട് സോഴ്സും ആണ് തന്നേക്കുന്നത്. ഒരു കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്. അപ്പൊ നമ്മൾ സൂപ്പർ പൊസിഷൻ ചെയ്യുമ്പോൾ ഏത് റെസ്പോൺസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് ഈ ഐ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, 1 ഓം റെസിസ്റ്ററിലൂടെയുള്ള ഡയറക്ഷനിലുള്ള ഐ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെയാ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സോഴ്സ് അറ്റ് എ ടൈം കൺസിഡർ ചെയ്യുക, മറ്റേ സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. 1 ആംപിയർ സോഴ്സിനെ കൺസിഡർ ചെയ്യുക, 1 വോൾട്ട് സോഴ്സിനെ ഡീആക്ടിവേറ്റ് ചെയ്യുക. വോൾട്ടേജ് സോഴ്സ് ആയതുകൊണ്ട് തന്നെ അതിനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ അതിന്റെ സർക്യൂട്ട് അഗെയിൻ റിക്രിയേറ്റ് ചെയ്ത് വരച്ചിട്ട് എന്ത് ചെയ്യുക, ഈ കറണ്ട് നമുക്കറിയാവുന്ന മെത്തേഡ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു കറണ്ട്, ഈ ഐ കറണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആൻഡ് ടേക്ക് ഇറ്റ് ആസ് I1. ഓക്കെ, അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുക, സെക്കൻഡ് സോഴ്സിനെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫസ്റ്റ് സോഴ്സിനെ എന്ത് ചെയ്യുക, ഡീആക്ടിവേറ്റ് ചെയ്യുക. ഫസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് കറണ്ട് സോഴ്സ് ആണ്. കറണ്ട് സോഴ്സ് ആയതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക, കറണ്ട് സോഴ്സിനെ സീറോ ആക്കുമ്പോൾ എന്ത് പറ്റും, ഓപ്പൺ സർക്യൂട്ട് ആകും. അതുകൊണ്ട് കറണ്ട് സോഴ്സ് നമ്മൾ ഓപ്പൺ ആക്കി. എന്നിട്ട് എന്ത് ചെയ്തു, അതേ അഗെയിൻ നമുക്ക് ഈ ഒരു കറണ്ട്, നമുക്ക് വേണ്ടത് ഏതാണോ റെസ്പോൺസ് ഐ കാൽക്കുലേറ്റ് ചെയ്തു. I2 എന്ന് എടുത്തു. I1 പ്ലസ് I2 എന്ന് പറയുന്നത് ഐ ആയിരിക്കും. അഗെയിൻ സൂപ്പർ പൊസിഷന്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, സൂപ്പർ പൊസിഷൻ ഐയും വിയും കറണ്ട് വോൾട്ടേജും കാൽക്കുലേറ്റ് ചെയ്യാൻ ലിമിറ്റേഷൻ അല്ല, അത് ആ ഒരു തിയറത്തിന്റെ ഇതാണ്. അതായത് നമ്മൾ സൂപ്പർ പൊസിഷൻ ഇത് അപ്ലിക്കബിൾ ലീനിയർ ടേംസ്, അതായത് ഐയും വിയും മാത്രമേ ഇത് അപ്ലിക്കബിൾ ആവും. ഒരിക്കലും പവർ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യരുത്, സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യരുത്. അതായത് ഇപ്പോൾ സപ്പോസ് ഇതിലേക്ക് ഡെലിവർ ചെയ്യുന്ന കറണ്ട് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, അതിലേക്ക് ഡെലിവർ ചെയ്യുന്ന കറണ്ട് ആണ് നിങ്ങളോട് ചോദിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യുക, ഇത് ചെയ്യരുത്. ഫസ്റ്റ് സോഴ്സ് വെച്ചിട്ട് കറണ്ട് കണ്ടുപിടിച്ചു, സെക്കൻഡ് പവർ ആണ് ചോദിക്കുന്നതെങ്കിൽ ഫസ്റ്റ് സോഴ്സ് വെച്ചിട്ടുള്ള പവർ കണ്ടുപിടിച്ചു, സെക്കൻഡ് സോഴ്സ് വെച്ചിട്ടുള്ള പവർ കണ്ടുപിടിച്ച് ആഡ് ചെയ്യാൻ നിൽക്കുക. പവർ കണ്ടുപിടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കുക, ടോട്ടൽ വോൾട്ടേജ് കണ്ടുപിടിക്കുക, അത് സൂപ്പർ പൊസിഷൻ യൂസ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യുക, പവർ ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യാം. പവർ P1 P2 എന്ന് എഴുതിയിട്ട് ആഡ് ചെയ്ത് വെക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. അതൊരു AC-യുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരും ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾ പോസ് ദ വീഡിയോ, ട്രൈ ദ ക്വസ്റ്റ്യൻ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വാസ് ഇൻകംപ്ലീറ്റ്. അപ്പോ ഇതാണ് കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ വരച്ചെടുക്കുക, പോസ് ചെയ്യുക, നിങ്ങൾ ട്രൈ ചെയ്യുക. ഫേസർ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഇൻഡക്ടൻസ് ആൻഡ് കപ്പാസിറ്റൻസ് ഇവിടെ ജെയുടെ ടേംസിൽ ഒക്കെ തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് റിയാക്ടൻസ് എടുത്ത് തന്നിട്ടുണ്ട്. പക്ഷെ ഇൻ കേസ് നമുക്ക് തന്നേക്കുന്നത് ഇപ്പൊ ഇവിടെ സപ്പോസ് 4 ഹെൻറി ആണ് എങ്കിൽ, അങ്ങനെ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ 4 ഹെൻറി അങ്ങനെയാണ് തന്നത്. അങ്ങനെ ഹെൻറിയിലോ അല്ലെങ്കിൽ എന്താ പറയാ ഫാരഡിലോ, കപ്പാസിറ്ററിന്റെ കേസ് ഓഫ് ഫാരഡിലാണ് തന്നേക്കുന്നത് എങ്കിൽ നമ്മൾ എങ്ങനെ കൺവേർട്ട് ചെയ്യും, J⍵L. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് വേണം, ഫ്രീക്വൻസി കൂടി മെൻഷൻ ചെയ്തിരിക്കണം. ഓക്കെ, ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ സപ്പോസ് നിങ്ങൾക്ക് തന്നേക്കാണ് വേഗ എന്ന് പറയുന്നത് 1 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. 4 ഹെൻറിയും തന്നേക്കുന്നെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, J × എത്രയാണ്, 1 × L. ഓക്കെ, സോ നമുക്ക് ആ ഒരു ഇതിനെ 4J വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കപ്പാസിറ്റർ പാരലാണ് തന്നേക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 1/J⍵C അല്ലെങ്കിൽ -J/⍵C വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. വേണം, സിയുടെ വാല്യൂ വേണമെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു J ടേംസിലേക്ക് റീപ്ലേസ് ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് തന്നേക്കുന്ന ഹെൻറിയിലും പാരലിലും ആണ് നിങ്ങൾക്ക് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീക്വൻസി വേണം. ഫ്രീക്വൻസി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്ത് എടുക്കാം. ഫ്രീക്വൻസി ഡയറക്റ്റ് നിങ്ങൾക്ക് ഫ്രീക്വൻസി തരാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ 4sin⍵t എന്ന് തന്നേക്കെന്ന് വിചാരിച്ചു, sin⍵t നമുക്ക് ഫ്രീക്വൻസി നോക്കിയെടുക്കാം. ടിയുടെ മുന്നേ ഉള്ള ടേം ആയിരിക്കും ഫ്രീക്വൻസി. നമുക്കത് നോക്കിയെടുക്കാൻ പറ്റും. സോഴ്സ് വെച്ചിട്ട് നമുക്ക് ഫ്രീക്വൻസി എടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഐ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ഐ നമ്മുടെ സൂപ്പർ പൊസിഷൻ
പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. AC-യിൽ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള സാമ്പിൾ കാണും. സെയിം തന്നെയാണ്, DC ആയിട്ട് സെയിം തന്നെയാണ്, ജസ്റ്റ് ഈ ടേംസ് നമുക്ക് എന്ത് ചെയ്യാം, കോംപ്ലക്സ് ടേംസ് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ കൺസിഡറിങ് ഓൺലി ഇപ്പൊ ഇവിടെ ഏതൊക്കെ സോഴ്സസ് ആണുള്ളത്? ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, അഗൈൻ രണ്ട് സോഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് കൺസിഡറിങ് ഓൺലി consider only voltage source. Consider only voltage source. അപ്പൊ ഈ വോൾട്ടേജ് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യാം. കറണ്ട് സോഴ്സ് അപ്പൊ എന്താവും? ഓപ്പൺ. കറണ്ട് സോഴ്സ് ഓപ്പൺ ആവും. അഗൈൻ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ ഫിഗർ വരയ്ക്കാം. സോഴ്സിന് ഓൺ ചെയ്തിട്ടുള്ള ഫിഗർ. ഇതാണ് കറണ്ട് സോഴ്സിന് ഓപ്പൺ ചെയ്തിട്ടുള്ള. ഓക്കെ, അപ്പൊ നമ്മൾ കറണ്ട് സോഴ്സ് ഇവിടെ ഓപ്പൺ ചെയ്തു. കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നു, അതിന് നമ്മൾ ഓപ്പൺ ചെയ്യും. ഓക്കെ, ഇതാണ് കറണ്ട് സോഴ്സിനെ ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഫിഗർ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്തു, ഈ ഒരു ഐയുടെ ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്. ഐയെ നമ്മൾ എന്തെന്ന് ചെയ്യണം, I1 എന്ന് കൊടുക്കുക. എന്തുകൊണ്ടാണ്? I ഈക്വൽ ടു I1 പ്ലസ് I2. ഓരോ സോഴ്സിനും 3 സോഴ്സ് ആണെങ്കിൽ I1 I2 I3. അപ്പൊ I1 കൊടുത്തു, I1ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. I1ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഇവിടെ ഒരു ഒറ്റ വോൾട്ടേജേ ഉള്ളൂ, കറണ്ട് ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ടൻസ് ഉണ്ട്, ടോട്ടൽ റിയാക്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ഇമ്പിഡൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വോൾട്ടേജ് I1 ഇങ്ങനെ 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 ഏത് ഡയറക്ഷനിലാ പോകുന്നേ? ഇതാണ് I1 അല്ലെ? ഇതാണ് I1. നമുക്ക് I1നെ എങ്ങനെ എഴുതാം? മൈനസ് വോൾട്ടേജ് ബൈ റിയാക്ടൻസ് 4 ആംഗിൾ 0. സോറി, ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. ഇവിടെ ഉള്ളതെല്ലാം എന്താണ്, ഈ ഒരു ടോട്ടൽ ഇമ്പിഡൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതെല്ലാം സീരീസ് അല്ലേ? നിങ്ങൾ കപ്പാസിറ്ററിന് ഇനി കപ്പാസിറ്ററിന്റെ റൂളൊന്നും ആപ്ലിക്കബിൾ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇതെല്ലാം റിയാക്ടൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എല്ലാത്തിനെയും റെസിസ്റ്ററിനെ അല്ലെങ്കിൽ ഇൻഡക്ടറിനെ കൺസിഡർ ചെയ്യുന്നത് പോലെ തന്നെ എടുത്താൽ മതി. ഓക്കെ, അത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, ആലോചിക്കുക. നമുക്ക് ഇവിടെ വേണ്ടത് ആദ്യം ടോട്ടൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ഇമ്പിഡൻസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്ലസ് 4J സീരീസ് അല്ലേ? ഇവിടെ 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 ഇല്ലല്ലോ, ഇങ്ങോട്ട് ഇല്ലല്ലോ, ഒറ്റ ലൂപ്പേ ഉള്ളൂ, ഒറ്റ സീരീസ് ആണ് കേട്ടോ. 3 പ്ലസ് 4J പ്ലസ് 3 മൈനസ് 4J ഈക്വൽ ടു എന്താണ്? 6 അല്ലേ? അപ്പൊ നമ്മൾ ഇതിനെ എന്ത് ചെയ്തു, ജസ്റ്റ് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു മോർ ആക്യുറേറ്റ്ലി റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റർ ആയിട്ടല്ല റെപ്രസെന്റ് ചെയ്യാണ്ട് കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് ഇമ്പിഡൻസ് ആണ് Z വെച്ച്. ഇനി നമുക്ക് തന്നേക്കുന്ന കറണ്ട് I1. ഇവിടെ എന്താണ്, ഇത് സെയിം തന്നെയാണ് അല്ലെ? ഈ ഇവിടെ 4 ആംഗിൾ 0 ആണെങ്കിൽ ഇതിന് അക്രോസും എന്താണ്, 4 ആംഗിൾസ് അല്ലെ? പാരലൽ 4 ആംഗിൾ 0, പ്ലസ് ടു പ്ലസ് മൈനസ് ടു മൈനസ്, അതുകൊണ്ട് എന്തായാലും 4 ആംഗിൾ 0 തന്നെയാണ്. അപ്പൊ നമുക്ക് കറണ്ട് I1 ഈക്വൽ ടു സെയിം പൊളാരിറ്റി തന്നെ വരും, കാരണം പ്ലസ് ടു മൈനസ് ആണ് പോകുന്നത്. സോ 4 ആംഗിൾ 0
ബൈ ഇസഡ്. ഇസഡ് എത്രയാണ്? ഇസഡ് 4 ബൈ 6 ഈസ് 2 ബൈ 3. അപ്പൊ നമുക്ക് I1 എന്ത് കിട്ടി എന്ന് പറയുന്നത് 2/3 ആൻഡ് നമുക്കിനി കൺസിഡർ ഓൺലി കറണ്ട് സോഴ്സ് അല്ലെ, നമ്മൾ ഓൾറെഡി വോൾട്ടേജ് സോഴ്സ് ആണ് കൺസിഡർ ചെയ്തത്. നമുക്ക് രണ്ടാമത് ചെയ്യാം. ഫിഗറിൽ കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്യാം. കറണ്ട് സോഴ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. വോൾട്ടേജ് സോഴ്സിന് എന്ത് ചെയ്യാം? ഷോർട്ട് ചെയ്യാം. കറണ്ട് സോഴ്സിന്റെ വാല്യൂ എത്രയായിരുന്നു? കിസി പോലെ തന്നെയാണ്. നമുക്ക് ഇപ്പൊ നോക്കാം എന്ത് ചെയ്യാ. നമുക്ക് നമുക്ക് വേണ്ടത് നോക്കിക്കേ. കറണ്ട് സോഴ്സ്, രണ്ട് ബ്രാഞ്ച് എന്ത് ചെയ്യാം? രണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. DC പോലെ തന്നെയാണ്, ജസ്റ്റ് കോംപ്ലക്സ് നമ്പേഴ്സ് വരുന്നത്. കറണ്ട് ഡിവിഷൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ ഒരു ഫിഗർ ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് മാറ്റി വരയ്ക്കാം. ഇങ്ങനെ ഒരു 4 ആയിട്ട് ഉണ്ട്. പിന്നെന്ത് ചെയ്യാ, ചെയ്യുന്നുണ്ട്. ഇതൊരു റഫറൻസ്, ഇതിനെ റഫറൻസ് നോട്ടായിട്ട് എടുക്കാം. ഇതിന് Z1 അല്ല, നമ്മളിവിടെ I2 എന്നാണ് കാണിച്ചത്. ഇവിടെ വേറെ ഇംപെഡൻസ് ഇതാണ്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതും? കറണ്ട് ഡിവിഷൻ I2നെ I2 will be equal total current into branch impedance divided by total impedance. ഓക്കെ, ഇങ്ങനെയല്ലേ ചെയ്യുക? നമുക്ക് എങ്ങനെ എഴുതാം? 4 ∠90 പ്ലസ് അതർ ബ്രാഞ്ച് ഇംപെഡൻസ്. ഇതാണ് അതർ ബ്രാഞ്ച് ഇംപെഡൻസ്. 4 പ്ലസ് ജെ 3 പ്ലസ് 4J അല്ലെ, സീരീസ് ആണ്. സീരീസ് ആയതുകൊണ്ട് നമുക്ക് പ്ലസ് എഴുതാം. 3 പ്ലസ് 4J ഡിവൈഡഡ് ടോട്ടൽ ഇംപെഡൻസ് 3 പ്ലസ് 4J പ്ലസ് 3 പ്ലസ് മൈനസ് 4 6 അല്ലെ, 6 അല്ലെ. ഇങ്ങനെയല്ലേ കിട്ടിയത്? സ്വന്തമായിട്ട് എഴുതി നോക്കൂ. നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം. നമ്മുടെ മാറ്റി എഴുതാം. 4 ∠90 3 പ്ലസ് 4J by 6. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ∠90 J കൊണ്ട് റീപ്ലേസ് ചെയ്യാം. 4 ∠90 നമ്മൾ എന്ത് എഴുതാം? നമ്മൾ റെക്ടാങ്കുലർ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ എഴുതാം 4 cos 90 plus J sin 90. cos 90 എത്രയാണ്? sin 90 എത്ര? 1. സോ ആൻസർ 4J. ഇത് 90 ഡിഗ്രി ആണ്. നമുക്ക് J J മൾട്ടിപ്ലൈ ചെയ്യാം. 12J മൈനസ് 16 4J into 4J എന്താണ്? 4 into 4 4J into J മൈനസ്
2j minus 8, 2j minus 8. So, അപ്പൊ ഇതെന്താണ് നമ്മുടെ I2. അപ്പൊ നമ്മൾ ടോട്ടൽ കറണ്ട് കണ്ടുപിടിക്കാൻ മറന്നു പോകരുത്. I ഈക്വൽ സൂപ്പർ പൊസിഷൻ അപ്ലൈ ചെയ്യുക. I2 പ്ലസ് I2 എന്തായാലും മക്കളെ ആദ്യം നമുക്ക് I1 എത്രയാണ് കിട്ടിയത്? 2/3. 0. 2/3 ആംഗിൾ 0 നമുക്ക് എന്ത് എഴുതാം? 2/3 തന്നെ എഴുതാം. പ്ലസ് minus 8/3 plus j. ഇതിനെ നിങ്ങളൊന്ന് ആഡ് ചെയ്തേ. 2j plus എത്ര കിട്ടി? -2 അല്ലേ? ഓക്കെ, 2j -2 എന്ന് കിട്ടി. നമ്മൾ എന്ത് ചെയ്യാ? -2 പ്ലസ് 2j ആണ് നമ്മുടെ ആൻസർ. ഇത് നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? എന്നിട്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൂടി എഴുതിയേക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ കീയിൽ എന്താണ് കൊടുത്തേക്കുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഫോമിലേക്ക് കൺവേർട്ട്. ഇത് ഏത് ക്വാഡ്രന്റ് ആണ്? ഇത് ക്വാഡ്രന്റ് ആണ്. റിയൽ ആക്സിസ് പോസിറ്റീവ്, സോറി നെഗറ്റീവ്, ഇമാജിനറി ആക്സിസ് റിയൽ ആക്സിസ് നെഗറ്റീവ്. This is the final answer. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഈസി ആയിട്ട് അതിനെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ അതിനെ ചെയ്യാം. അപ്പൊ ഇതാണ് സൂപ്പർ പൊസിഷൻ തിയറം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് DC പോലെ തന്നെയാണ്, ജസ്റ്റ് എന്ത് ചെയ്യുക? ഇമ്പിഡൻസ് എടുക്കുന്നത് മാത്രം ഒന്ന് കോംപ്ലക്സ് നമ്പർ പ്രാക്ടീസ് ചെയ്യും. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ടെക്സ്റ്റ് ബുക്ക് തന്നിട്ടുണ്ട്. ഓൾറെഡി ഒരുപാട് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.